എന്നെ കണ്ടപ്പോ നിർത്തി കളഞ്ഞു. ഡോക്ടറുടെ കുട്ടികളാ. രണ്ടേ പാടുള്ളൂന്നാ, മൂന്നായി പോയി. അല്ല, ഡോക്ടറുടെ ശരീരപ്രകൃതി അനുസരിച്ച് ഒരു 6 ആയാലും അധികമായി എന്ന് പറയാനാവില്ല. 6 ഇവനൊരുത്ത മതിയല്ലോ ഒരു വീട് മുഴുവൻ തകർക്കാൻ. അമ്മാനെ ക്രിക്കറ്റ് കളിക്കാൻ അറിയോ? ഇല്ല മോനെ. ബാഡ് ബോയ്. കപിൽ ദേവാണെന്നും പറഞ്ഞ് നടക്കുക. അല്ല, ജയൻ. ഞാനാണ് ജയൻ. ജയന്റെ വലിയ ഫാനാ. പടം കണ്ടുവന്ന അപ്പൊ തുടങ്ങും സ്റ്റണ്ട്. ഓ, മോള് നന്നായിട്ട് ഡാൻസ് ചെയ്യുന്നുണ്ടല്ലോ. എന്താ പേര്? ലത. മോളുടെയോ? ബേബി. മോൻ ഇവരോടൊന്ന് സ്റ്റണ്ട് ചെയ്ത് കേട്ടോ. അമ്മാവൻ ചെയ്യുന്നോ സ്റ്റണ്ട്? അമ്മാവന് വയസ്സായില്ലേ മോനെ, ഇനി എന്ത് സ്റ്റണ്ട്? അത്രയ്ക്കൊന്നും വയസ്സായിട്ടില്ല അല്ലേ സിന്ധു? അല്ലെങ്കിൽ തന്നെ സ്റ്റണ്ടിന് വയസ്സൊരു പ്രശ്നമാണോ? ജസ്റ്റ് എ മിനിറ്റ്. യു സീ, സിന്ധു ഇസ് ഓൾ റൈറ്റ്. ഇനി അവൾക്ക് വേണ്ടത് ഒരു ജീവിതമാണ്. കഴിഞ്ഞതൊക്കെ മറക്കാൻ ഒരവസരം. അങ്ങേക്കത് സാധിക്കും. ഐ മീൻ ഇറ്റ്. എല്ലാം നഷ്ടപ്പെട്ട ഒരു കുട്ടി കഴിയുമെങ്കിൽ വൈകിട്ടില്ല. ഡോക്ടർ, അങ്ങേക്കാൾ ഏറെ ജീവിതം കണ്ടവളാണ് ഞാൻ. വികൃതി. സിന്ധു, സിന്ധു പറഞ്ഞതൊന്നും മറക്കണ്ട. വരട്ടെ രാമേട്ട. ഇത്ര പെട്ടെന്ന് പോവാണോ? നേരം പോയതേ അറിഞ്ഞില്ല. അദ്ദേഹം വന്ന് കാത്തിരിക്കുന്നുണ്ടാവും. വരട്ടെ. ബൈ. ഞാൻ തന്നെ. എന്തുണ്ടായി? വാതിൽ തുറക്കൂ. എന്തു പറ്റി സിന്ധു? എന്താ മോളെ? ഞാനൊരു പേടി സ്വപ്നം കണ്ടു. ഓ, ഞാൻ വല്ലാതെ പേടിച്ചു. എന്ത് സ്വപ്നമാകേണ്ടത്? അത് ഞാൻ ശരിക്കും ഓർമ്മിക്കുന്നില്ല. ഇനി സ്വപ്നമൊന്നും കാണില്ല. വാതിലും ജനലും ഒക്കെ അടച്ച് ലൈറ്റ് ഇട്ട് കിടന്നുറങ്ങിക്കോളൂ. തനിച്ചു കിടന്നാൽ എനിക്കിപ്പോഴും പേടി മാറിയിട്ടില്ല. രാമേട്ടും കൂട്ടുകിടക്കും. ഞാൻ കൂർക്കം വലിക്കും. അത് കേട്ട് ഉറങ്ങാൻ കഴിഞ്ഞില്ല എന്നുള്ള പരാതി ഒന്നും ഉണ്ടാവരുത്. സിന്ധുക്കുട്ടി, സിന്ധുക്കുട്ടി, പുലരാറായി.
അപ്പൂപ്പന് പുലരുന്നതിന് മുമ്പ് എണീറ്റാ ശീലം. കണ്ണു തുറന്നു നോക്കുമ്പോ എന്നെ കണ്ടില്ല എന്ന് വെച്ച് പേടിച്ച് നിലവിളിക്കരുത്, അത്രേ ഉള്ളൂ. ഇല്ല അപ്പൂപ്പ, ഇനി എന്നും പുലരുന്നതിന് മുമ്പ് എന്നെയും വിളിച്ചോളൂ, ഞാനും എണീക്കാം. അപ്പൂപ്പൻ പോയിട്ട് സൂര്യ നമസ്കാരവും ബസ്കിയും കസരത്തും ഒക്കെ എടുക്കും. അതാ അപ്പൂപ്പന്റെ ആരോഗ്യം ഇങ്ങനെ നിലനിൽക്കുന്നത്. ഞാനും എടുക്കാം. ആ, എന്നാ ഒന്ന് കാണാലോ. 4 ദിവസത്തേക്ക് ശരീരം അനക്കാൻ പറ്റില്ല. സാരമില്ല. കണ്ടു കണ്ടങ്ങിരിക്കും ജനങ്ങളെ കണ്ടില്ലെന്നു വരുത്തുന്നതും ഭവാൻ. അച്യുതാനന്ദ ഗോവിന്ദ മാധവ സച്ചിദാനന്ദ നാരായണ ഹരേ. പിന്നെ നീ ആ ഹോട്ടലിലെ ബോയ് അല്ലേ? എന്നാ സന്യാസം സ്വീകരിച്ചത്? എല്ലാം ഭഗവാന്റെ ലീലാവിലാസം. ഭഗവാൻ രാമേട്ടന്റെ ദർശനം ലഭിക്കണമെന്ന് അന്നു മുതലേ ആഗ്രഹിച്ചിരുന്നതാണ്. സ്ഥലം ഇതാണെന്ന് അറിഞ്ഞിരുന്നെങ്കിലും ഭവനം ഇതാണെന്ന് അറിയില്ലായിരുന്നു. നടക്കേണ്ടത് നടക്കേണ്ട സമയത്ത് നടന്നിരിക്കും. നീ ഇതുങ്ങളെയൊക്കെ കൂട്ടി എന്തിനാ ഇങ്ങോട്ട് വന്നത്? എല്ലാം ഭഗവാന്റെ നിശ്ചയം. അന്ന് മേനോൻ ഭഗവാനും രാമേട്ടൻ ഭഗവാനും കൂടി സിന്ധു ഭഗവതിയെ ഇങ്ങോട്ട് ആനയിച്ചല്ലോ. ദേവി ഇപ്പോഴും ഇവിടെ തന്നെ ഉണ്ടോ? നിനക്കതൊക്കെ അറിഞ്ഞിട്ട് എന്താ വേണ്ടേ? ആ വനമാലി ഉണ്ടല്ലോ, ഭഗവാൻ ദിലീപൻ. അയാൾ നിങ്ങൾ ഗമിച്ച ശേഷം ഹോട്ടലിൽ ആഗതനായി. ഞങ്ങൾ വിവരം പറഞ്ഞു. മേനവൻ തിരുവടികളുടെ മേൽവിലാസവും കൊടുത്തു. എന്നിട്ട് ആ ബാലകൃഷ്ണൻ ബാലകൃഷ്ണൻ അതെ, സർവ ചരാചരങ്ങളെയും ആ രൂപത്തിലാണ് നാം കാണുന്നത്. ദിലീപനിലും ആ പരന്തമനെ നാം ദർശിക്കുന്നു. കാര്യം പറയടാ. 2 നാളുകൾക്ക് ശേഷം ദിലീപൻ മടങ്ങിയെത്തി. നിരാശനായി, ദുഃഖിതനായി, ക്ഷീണിതഗാത്രനായി. മുഖകമലത്തിൽ ശ്മശ്രുക്കൾ നീണ്ടു നിന്നിരുന്നു. ഞാൻ വിവരം അന്വേഷിച്ചു. 2-4 ദിനം കൊണ്ടൊരു തന്നെ തണ്ടിലേറ്റി നടത്തുന്നതും ഭവാൻ. കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന. ഭജനയൊക്കെ പിന്നീടാവാം. കാര്യം എന്താന്ന് വെച്ചാ പറ. ദിലീപൻ ഉര ചെയ്തു. ശ്രീകുമാര, ഞാൻ വഞ്ചിക്കപ്പെട്ടു. അവൾ ആ മേനോൻ ഭഗവാനുമായി മണിമാളികയിൽ ദാമ്പത്യ ജീവിതം നയിക്കുന്നുവെന്ന്. അനാവശ്യം പറയരുത്. മാളിക മുകളേറിയ മന്നന്റെ സമവേദം ചെയ്യല്ല. അയ്യോ, അരിഞ്ഞുകളി തന്നെയാ. ഉള്ള സത്യം എന്താന്ന് വെച്ചാ പറഞ്ഞു. അയ്യോ അമ്മാവ, ആ പയ്യൻ കറുത്തമ്മയെ നഷ്ടപ്പെട്ട പരീക്കുട്ടിയെ പോലെ ആ കടപ്പുറത്ത് ചങ്കൂട്ടി പാടിപ്പാടി നടക്കണം. വാളട് വാളട് വാളട്. സത്യമാണോ നീ പറയണത്? ഞാൻ സത്യമേ പറയൂ, സത്യമേ ചിന്തിക്കൂ, സത്യമേ ചെയ്യൂ. നീ ആ ചെക്കനെ കണ്ടാ പറഞ്ഞേക്ക്. ആ പെങ്കൊച്ച് ഇവിടെയെങ്കിലും ഇല്ല, അവളുടെ വീട്ടിൽ പോയിന്ന്. പൊക്കോ. ഭക്തകളെ, ഇവിടെ ധനാഗമനം ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല. ഗമിക്കാം. കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന, കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരേ, അച്യുതാനന്ദ ഗോവിന്ദ മാധവ, സച്ചിദാനന്ദ നാരായണ ഹരേ. അപ്പൂപ്പൻ നല്ലയാളാ. അത്താഴം വിളപ്പിച്ച് ഞാൻ എവിടെയൊക്കെ നോക്കിയെന്നറിയാമോ? എനിക്ക് വിശപ്പില്ല കുഞ്ഞെ, നല്ല സുഖവും തോന്നുന്നില്ല. അതൊന്നും പറഞ്ഞാ പറ്റില്ല. വയറ് നിറയെ ആഹാരം കഴിച്ചാൽ അസുഖമൊക്കെ മാറും. വരൂ. എന്താ അപ്പൂപ്പ? ഞാനൊന്ന് ചോദിച്ചോട്ടെ കുഞ്ഞെ? അതിനെന്റെ അനുവാദം വേണോ? നീ ഒരിക്കലും ഇവിടുന്ന് പോവില്ലല്ലോ, ഞങ്ങളെ വിട്ട് പോവില്ലല്ലോ. എന്തേ അപ്പൂപ്പ ഇപ്പൊ ഇങ്ങനെ ചോദിക്കാൻ? പോവില്ലെന്ന് പറയൂ. ഞാൻ ഇവിടെ പോകാനാ? അതൊന്നും എനിക്കറിയില്ല. മോള് പോവില്ല എന്ന് പറയും. ഇല്ല അപ്പൂപ്പ, ഞാൻ ഒരിക്കലും പോയില്ല. ഒരു പക്ഷേ എന്നെങ്കിലും ആ പയ്യൻ വന്ന് വിളിച്ചാൽ? ഏത് പയ്യൻ? കുഞ്ഞിനെ ഒറ്റയ്ക്കാക്കിയിട്ട് ഓടിക്കളഞ്ഞില്ലേ അവൻ, ആ ദിലീപൻ. ദിലീപിനി വരില്ല അപ്പൂപ്പ. വരണമെങ്കിൽ എന്നേ വരണമായിരുന്നു. അവൻ എന്നെ മറന്നു കാണും. ഇല്ലെങ്കിൽ അവൻ വന്നാ കുഞ്ഞ് പോവോ? വരില്ലെന്നേ. വന്നാ കുഞ്ഞ് ഞങ്ങളെ ഈ വീടിനെ ഉപേക്ഷിച്ചിട്ട് പോയിക്കളയൊന്നും അപ്പൂപ്പൻ അറിയണ്ടേ? പറയൂ. വന്നാൽ വന്നാൽ പറയൂ കുഞ്ഞെ.
ഇല്ല, ഞാൻ പോവില്ല. ഇനി ഞാൻ എങ്ങും പോവില്ല. സത്യം? ഈ സിന്ധുവിന്റെ അപ്പൂപ്പന് വിശ്വാസമില്ലേ? വിശ്വാസം ഇല്ലാഞ്ഞിട്ടല്ല മോള്, അപ്പൂപ്പന്റെ സമാധാനത്തിന് വേണ്ടിയിട്ടാ. എന്റെ കയ്യിൽ തൊട്ട് സത്യം ചെയ്യും, മോൾ ഈ വീട് വിട്ടു പോവില്ല. സത്യം, 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 സത്യം. നേരം വെളുത്തുപോയി. ഈ അപ്പൂപ്പൻ എന്നെ വിളിച്ചുണർത്തിയ പോലുമില്ല. ഈ അപ്പൂപ്പൻ ഇനിയും എണീറ്റില്ലേ? അപ്പൂപ്പ, 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 അപ്പൂപ്പ. എന്താ സിന്ധു? അപ്പൂപ്പൻ, അപ്പൂപ്പൻ. രാമേട്ടൻ എന്ത് പറ്റി? അനങ്ങുന്നില്ല, ഐസ് പോലെ തണുത്തിരിക്കുന്നു. രാമേട്ട, രാമേട്ട, രാമേട്ട. മോള് ഞങ്ങളെ വിട്ടു പോവില്ല, മോള് ഞങ്ങളെ വിട്ടു പോവില്ല. സിന്ധു, എന്താ എന്താ സിന്ധു? എന്താ സിന്ധു? എന്താ സിന്ധു? സിന്ധു, സിന്ധു. I'm sorry, Sindhu. I'm sorry. ആ മുറിയിൽ അപ്പൂപ്പൻ കിടക്കുന്ന പോലെ തോന്നി. ഞാൻ പേടിച്ചുപോയി. അതാണ് ഓടി വന്നത്. ക്ഷമിക്കണം. എന്റെ ജീവിതത്തിൽ ഇന്നാദ്യമായാണ് ഇങ്ങനെ
എന്തോ ഒരു നിമിഷത്തേക്ക് ഞാൻ എന്നെ തന്നെ മറന്നുപോയി. അതിന് അങ്ങൊരു തെറ്റും ചെയ്തില്ലല്ലോ. ക്ഷമയോദിക്കേണ്ടത് ഞാനല്ലേ? ഇറ്റ്സ് ഓൾ റൈറ്റ്. ഇനി ഞാനിത് ആവർത്തിക്കില്ല. ഈ വീട്ടിൽ സിന്ധു സുരക്ഷിതയായിരിക്കും. അങ്ങ് എന്തൊക്കെയോ പറയുന്നു. അത്രയ്ക്ക് എന്തുണ്ടായി? ഒന്നും ഉണ്ടായില്ല. സിന്ധു പൊയ്ക്കോളൂ. ഇല്ല, എനിക്ക് മാപ്പ് തന്നു എന്ന് പറഞ്ഞാലേ ഞാൻ പോകും. എന്റെ തെറ്റിനും നിനക്ക് വേണം മാപ്പ് തരാൻ, അല്ലേ? നീ ഒരു അത്ഭുതമാണ് സിന്ധു. ഞാൻ പോട്ടെ, എന്നോട് ക്ഷമിക്കൂ. ഇനി അപ്പൂപ്പനെ കണ്ടാലും ഞാൻ പേടിക്കില്ല. അപ്പൂപ്പൻ എനിക്ക് കൂട്ടെടുക്കാൻ വന്നതാ. എനിക്ക് പേടിയാവുമെന്ന് കരുതി, അല്ലേ? അതെ അതെ സിന്ധു. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. അപ്പൂപ്പൻ പോയി, ഇനിയൊട്ട് വരികയുമില്ല. ഇങ്ങനെ ദുഃഖിച്ചിരുന്നാൽ എന്റെ എല്ലാമായിരുന്നു രാമേട്ടൻ. ഇനി എനിക്ക് ആരുണ്ട് സിന്ധു? ഞാൻ ഒറ്റയ്ക്കായി. ഇല്ല, അങ്ങേ ഒറ്റയ്ക്കാകാൻ ഞാൻ സമ്മതിക്കില്ല. നീ ചെറുപ്പമാണ് കുട്ടി. നിന്റെ ജീവിതം ആരംഭിച്ചിട്ടേ ഉള്ളൂ. സിന്ധു, ചായ കൊണ്ടുവരും. അവളുടെ ചായ ഞങ്ങളുടെ പട്ടിക്ക് വേണം. ശരി, വേണ്ട സിന്ധു, ചായ വേണ്ട. ചേട്ടാ, ഇനി ചേട്ടാ ഇവിടെ തനിച്ച് താമസിക്കുന്നത് ശരിയല്ല. ഇവിടെ ഒരു കുഴപ്പമില്ല. എന്റെ കൂടെ ഒന്ന് താമസിക്കാമല്ലോ. അതിനിഷ്ടമില്ലെങ്കിൽ എന്റെ വീട്ടിൽ. എന്റെ വീടിനൊരു തകരാറുമില്ല. ഞാനിവിടെ താമസിച്ചോളാം. ആ പെണ്ണിന്റെ കൂടെ. അവളുടെ കിടക്കറ വേറെയാണ്. വലിയേട്ടാ, ഞങ്ങളെ വിട്ടുകളാക്കരുത്. മനസ്സിലായില്ല. ചേട്ടാ, ചേട്ടന്റെ സ്വത്ത് മോഹിച്ചാണ് അവൾ ഇവിടെ നിൽക്കുന്നത്. അവൾക്ക് സ്വത്ത് വേണമായിരുന്നെങ്കിൽ നിങ്ങൾക്കറിയില്ല. അവൾ നിങ്ങളെക്കാൾ സ്വത്തുകാരിയാണ്. പിന്നെ പ്രേമമായിരിക്കും. അച്ഛന്റെ പ്രായമുള്ള തനി വേശ്യ. ഇതിന് വലിയേട്ടൻ ദുഃഖിക്കും. ഇറങ്ങണ പുറത്ത്. എന്നാലും ചേട്ടാ, ആ പെണ്ണിന്റെ വലയിൽപ്പെട്ട് ഞങ്ങളോട് ഇങ്ങനെ ചെയ്യുന്നല്ലോ. പോകാൻ നിങ്ങളോട് കൂടിയാണ് ഈ പറഞ്ഞത്. എന്റെ കുട്ടികളെ ഓർത്തെങ്കിലും ചേട്ടൻ ഞങ്ങളോട് ഈ ചതി ചെയ്യരുതായിരുന്നു. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ അനുഭവിക്കേണ്ടത് എങ്ങാണ്ടെന്ന് വന്നൊരു പെണ്ണ്. ഓ, ഇതായിരുന്നു. എന്റെ സർവ്വതം ഞാൻ അവളുടെ പേർക്ക് എഴുതി വെച്ച് കഴിഞ്ഞു. ചതിച്ചോ ഭഗവാനെ? ഇതാണ് ത്യാഗിയായ ചേട്ടന്റെ സഹോദര സ്നേഹം. ചേച്ചി, നമുക്കിനി ഇങ്ങനൊരു ചേട്ടനില്ല. ചേട്ടൻ പറഞ്ഞത് ഇനി എന്റെ എല്ലാ സ്വത്തുക്കൾക്കും അവകാശി സിന്ധുവാണെന്ന്. ആ മഹാഭാവി ഈ വീട്ടിൽ നിന്ന് അവളെ പറ്റി ഒരു അക്ഷരം പറഞ്ഞു പോരുത്. വരൂ ചേച്ചി, ഇനി ഈ വീട്ടിൽ കാലം ഉത്തരുത്. സാർ, എന്താ സിന്ധു? ഞാൻ കാരണം എന്റെ കൂടെ ഇറങ്ങിത്തിരിക്കണ്ടായിരുന്നു എന്ന് തോന്നുന്നു, അല്ലേ? ഇല്ല സാർ, എല്ലാ കുഴപ്പങ്ങൾക്കും കാരണം ഞാനൊരുത്തിയാണ്. എന്നാര് പറഞ്ഞു? വേണ്ട സാർ, എനിക്ക് വേണ്ടി ഇത്രയൊക്കെ ചെയ്ത അങ്ങേക്ക് ദുഃഖം മാത്രമേ തരാൻ എനിക്ക് കഴിയുന്നുള്ളൂ. സ്വന്തം സഹോദരങ്ങൾ പോലും ഞാൻ കാരണം പിരിഞ്ഞുപോയി. പോട്ടെ, പോയവരൊക്കെ പോട്ടെ. അവരവരെ കുറിച്ച് മാത്രം ചിന്തിക്കുന്നു. ഞാനും എന്നെ കുറിച്ച് മാത്രമേ ചിന്തിച്ചുള്ളൂ.
ചെയ്തത് തെറ്റായിപ്പോയെങ്കിലും തിരുത്താൻ ഇനിയും വൈകിട്ടില്ല. മനസ്സിലായില്ല. എന്നെ പോകാൻ അനുവദിക്കൂ. അങ്ങയുടെ മേൽ ഞാൻ ചാർത്തിയ കളങ്കം കഴുകിക്കളയാൻ എന്നെ അനുവദിക്കൂ. സിന്ധു, ഇപ്പോഴും നീ നിന്നെ കുറിച്ച് മാത്രമേ ചിന്തിക്കുന്നുള്ളൂ. നീ കൂടി പോയാൽ ഞാൻ ഈ ലോകത്യാഗനാകും. പിന്നെ ഞാൻ എങ്ങനെ ജീവിക്കുമെന്ന് എന്തോ എനിക്ക് ചിന്തിക്കാൻ പോലും കഴിയുന്നില്ല. എനിക്ക് നീ മാത്രമേ ഉള്ളൂ സിന്ധു. ആരൊക്കെ എന്നെ ഉപേക്ഷിച്ചു പോയാലും ഇപ്പൊ നീ എന്നെ ഉപേക്ഷിച്ചു പോകരുത്. ആ ഏകാന്തത എനിക്ക് താങ്ങാനാവില്ല. എന്നാൽ ഞാനൊന്ന് പറയട്ടെ. എന്താ സിന്ധു? അങ്ങന്റെ കഴുത്തിൽ ഒരു താലി കെട്ടിത്തരൂ. ഞാൻ വളരെ ആലോചിച്ച ശേഷമാണ് പറയുന്നത്. അങ്ങ് തീർത്തും പറഞ്ഞു അങ്ങ് ഒരിക്കലും വിവാഹിതനാവില്ലെന്ന്. ദിലീപ് ഇനി വരില്ല. അല്ലെങ്കിൽ എന്നേ വരണമായിരുന്നു. അവൻ എന്നെ വഞ്ചിക്കുകയായിരുന്നു. ഞാൻ പോകാൻ അനുവാദം ചോദിച്ചെങ്കിലും അങ്ങേ വിട്ടു പോകാൻ എനിക്ക് സാധിക്കില്ല. താലി കെട്ടിയാലും അങ്ങേക്ക് കഴിയില്ലെങ്കിൽ എന്നെ ഒരു ഭാര്യയായി കാണണമെന്നില്ല. അങ്ങനെ ഏതു വിധത്തിൽ കാണുന്നുവോ ആ വിധത്തിൽ ജീവിക്കാൻ ഞാൻ ഒരുക്കമാണ്. സിന്ധു എന്തൊക്കെയോ പറയുന്നു. നാട്ടുകാരുടെ മുമ്പിൽ ഞാൻ അങ്ങയുടെ വെപ്പാട്ടിയാണ്. അങ്ങ് ആ വെല്ലുവിളി നമുക്ക് സ്വീകരിക്കാം. നമുക്ക് വിവാഹം കഴിക്കാം. അങ്ങയുടെ സ്വത്തൊക്കെ സഹോദരങ്ങൾക്ക് കൊടുത്തോളൂ. എനിക്കൊന്നും വേണ്ട. നമുക്ക് ജീവിക്കാൻ അങ്ങ് പറയാറുള്ളത് പോലെ പെൻഷൻ തുക മതിയല്ലോ. നമുക്ക് മറ്റെവിടെയെങ്കിലും പോകാം. അങ്ങേ ശുശ്രൂഷിച്ച് ജീവിക്കാൻ എനിക്കൊരവസരം തരൂ. നിയമത്തിന്റെയും നാട്ടുകാരുടെയും മുമ്പിൽ തലകുനിക്കേണ്ടി വരാതെ എന്റെ കർത്തവ്യങ്ങൾ എനിക്ക് നിറവേറ്റണം. നാളെ പുലർച്ചയ്ക്കാണ് മുഹൂർത്തം. ഉദയത്തിന് മുമ്പ് 2 ഹാരം ഏർപ്പാട് ചെയ്ത് കൊടുത്തയക്കണം. മറ്റാരും ഉണ്ടാവില്ല. ഞാനും വധുവും മാത്രമേ ഉണ്ടാവൂ. സന്തോഷം. എല്ലാം പറഞ്ഞതുപോലെ. സിന്ധു, വെളുപ്പിനെ എണീക്കേണ്ടതല്ലേ? നേരത്തെ കിടന്നോളൂ. മൃദുലേ ഹൃദയമുരളിയിലൊഴുകിവാ
മൃദുലേ ഹൃദയമുരളിയിലൊഴുകിവാ. പിരിയുവാനാകുമോ തമ്മിൽ പിരിയുവാനാകുമോ തമ്മിൽ എൻ പ്രിയേ പുതുജീവനായി എന്നിൽ വിരിയൂ. ഓ മൃദുലേ ഹൃദയമുരളിയിലൊഴുകിവാ. നിഴലായി അലയും പ്രിയനെ മറന്നുവോ മൃദുലേ. മനസ്സും മനസ്സുമകന്നു, മനസ്സും മനസ്സുമകന്നു. സിന്ധു, നീ എന്തിനിവിടെ വന്നു? ഞാൻ വേണ്ട, ഇനി നീ ഒന്നും പറയണ്ട. പോകൂ, ദയവേത് ഇവിടുന്ന് പോകൂ. സിന്ധു, 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 സിന്ധു. സാർ, ഇന്നലെ ഓർഡർ ചെയ്തിരുന്ന ഹാരം. അമ്പലത്തിൽ ഞാനും ഉണ്ടാവും മുഹൂർത്തത്തിന്. സിന്ധു, ആഹാ, നീ ഇന്ന് ഇത്ര വേഗം ഉണർന്നു. ഉണർത്താമെന്ന് വിചാരിച്ചാണ് ഞാൻ. ഇതാ ഹാരം. മാല സൂക്ഷിച്ചോളൂ. എനിക്കിന്ന് കടലിൽ ഇറങ്ങി ഒന്ന് കുളിക്കണം. വേഗം റെഡിയായിക്കോളൂ. പുലരുന്നതിന് മുമ്പ് അമ്പലത്തിലെത്തണം. കിഴകണ്ട കല്യാണമല്ലേ, അധികം പേര് കാണണ്ട. സിന്ധു, 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 സിന്ധു. ഇന്ന് നിന്റെ വിവാഹമാണെന്ന് എനിക്കറിയാം സിന്ധു. നിനക്ക് മംഗളം നേരാൻ വന്നതാണ് ഞാൻ. അതിനു മുൻപ് ഒരു സത്യം കൂടെ നിന്നെ അറിയിക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട്. അന്ന് ഞാൻ പോയത് മടങ്ങി വരാതിരിക്കാനായിരുന്നില്ല. വിധി എന്നെ വഞ്ചിച്ചു. ബുദ്ധിഭ്രമം പിടിച്ച് നടന്നിരുന്ന എന്റെ മേൽ ഒരു ചരക്ക് ലോറി കയറി ഇറങ്ങി. അതെ സിന്ധു, നിർഭാഗ്യവാനായതുകൊണ്ട് ഞാൻ മരിച്ചില്ല. എന്നിട്ട് ആഴ്ചകളോളം എനിക്ക് ബോധമുണ്ടായിരുന്നില്ല. ബോധം വീണപ്പോൾ അനങ്ങാനും
കഴിയുമായിരുന്നില്ല. പ്ലാസ്റ്ററിൽ പൊതിഞ്ഞ ശരീരവുമായി ഞാൻ മാസങ്ങളോളം ആശുപത്രിയിൽ കഴിഞ്ഞു. എന്നിട്ട് എന്തുകൊണ്ട് എന്നെ വിവരം അറിയിച്ചില്ല? അറിയിച്ചില്ല. കാരണം നീ മേനോന്റെ ഭാര്യയായി കഴിയുന്നുവെന്നായിരുന്നു എനിക്ക് കിട്ടിയ വാർത്ത. ഇല്ല ഇല്ല, നുണ, പച്ചക്കള്ളം. ഒടുവിൽ ആശുപത്രി വിട്ടിറങ്ങിയപ്പോൾ ഞാൻ ആദ്യമായി ഓടിയെത്തിയത് മേനോന്റെ ബംഗ്ലാവ് പഠിക്കലേക്കായിരുന്നു. കയറി എന്നെ കാണാമായിരുന്നില്ലേ? അവിടെ എത്തിയപ്പോൾ ഞാനും മനസ്സിലാക്കിയത് അത് തന്നെയായിരുന്നു. നീ എന്ത് മനസ്സിലാക്കി? നീ മേനോന്റെ ഭാര്യയാണെന്ന്. അല്ല, തെപ്പാട്ടിയാണെന്ന് അല്ലേ? നീ എന്നും ഇങ്ങനെയായിരുന്നു, ആയിരിക്കുകയും ചെയ്യും. ഇതിനെല്ലാം കാരണവും അത് തന്നെ. നിന്റെ മനസ്സ്, ഇടുങ്ങിയ നിന്റെ മനസ്സ്. ശരിയാണ് സിന്ധു, എന്റെ മനസ്സ് എന്നും ഇടുങ്ങിയതായിരുന്നു. സ്വയം ശ്രമിച്ചിട്ടും വലുതാക്കാൻ കഴിയാത്ത വിധം ഇടുങ്ങിയ മനസ്സ്. പക്ഷേ ആ മനസ്സ് നിറച്ച് വിതമ്പി നിൽക്കുന്ന സ്നേഹമായിരുന്നു സിന്ധു. കാത്തിരുന്നു, ആശ നശിച്ചു. ജീവിതത്തിൽ മറ്റൊന്നും ചെയ്യാനില്ലാതായി. കരുണയും സ്നേഹവുമുള്ള ഒരു മനുഷ്യനെ ശുശ്രൂഷിക്കാനല്ലാതെ മറ്റൊരു ലക്ഷ്യവുമില്ലാതായി. ഞാൻ മനസ്സിലാക്കുന്നു സിന്ധു, എല്ലാം വിധിയാണ്. എന്റെ, നമ്മളുടെ. ഞാൻ എന്നും ഏകനായിരുന്നു. ജീവിതത്തിൽ ഒരല്പനേരത്തേക്കൊരു തണലുണ്ടായി. നീ അത് നഷ്ടപ്പെടുത്തിയതും ഞാൻ തന്നെ. എന്റെ മാത്രം തെറ്റാണ്. ഇല്ല, നിന്റെ വിവാഹം കാണാൻ എനിക്ക് മോഹമുണ്ട് സിന്ധു. പക്ഷേ ശക്തിയില്ല. വരട്ടെ, ഞാൻ വരട്ടെ സിന്ധു. ഓർക്കുക, വല്ലപ്പോഴും. ദിലീപ്, എങ്ങോട്ട് പോകുന്നു? ഇങ്ങടുത്ത് വരൂ. ജീവിതത്തിൽ അറിഞ്ഞുകൊണ്ടൊരു തെറ്റും ചെയ്തിട്ടില്ലാത്തവനാണ് ഞാൻ. അറിയാതെയും ഒരു തെറ്റും പറ്റരുതെന്ന് എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷെ ഇന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ഒരു തെറ്റിന് ഞാൻ കളമൊരുക്കുകയായിരുന്നു. ദൈവം എന്നെ അതിൽ നിന്ന് രക്ഷിച്ചു. ആ മാല നിങ്ങൾക്കുള്ളതാണ്. കരയാതെ സിന്ധു, എന്തിനു കരയുന്ന കുട്ടി? ഒരു നല്ല കാര്യം നടക്കുന്നതിന് മുമ്പ് കരയാവേണ്ടേ? ഞാനും നീയും ദിലീപും ആഗ്രഹിച്ച ഈ നല്ല കാര്യം. സാർ, ഞാൻ അനാഥനായ ഞാൻ. വേണ്ട സാർ. വേണം. ഇനി ദിലീപ് അനാഥനല്ല. നിങ്ങൾക്ക് ഞാനുണ്ട്. എനിക്കുള്ളതെല്ലാം ഇനി നിങ്ങളുടേതാണ്. എന്റെ ചുറ്റുമുള്ളവരുടെ എല്ലാ നല്ല ആഗ്രഹങ്ങളും എന്നാലാകുന്നത് ഞാൻ സാധിച്ചു കൊടുത്തിട്ടേ ഉള്ളൂ. ഇത് മാത്രം സാധിക്കാതെ പോകുമെന്ന് സാരമില്ല, സാധിച്ചല്ലോ. ഒരാളുടെ ആഗ്രഹം മാത്രം സാധിച്ചു കൊടുക്കാൻ എനിക്ക് കഴിഞ്ഞില്ല. രാമേട്ടന് കാശിക്ക് പോകണമെന്നായിരുന്നു മോഹം. ഞാൻ കാരണം അത് നിറവേറാതെ അദ്ദേഹം മരിച്ചു. ഇന്ന് നിങ്ങളുടെ കല്യാണം, അത് കഴിഞ്ഞാൽ നേരെ കാശിക്ക്. രാമേട്ടന്റെ ചിതാഭസ്മം ഗംഗയിലൊഴുക്കാൻ. അതോടെ എല്ലാം പൂർത്തിയാകും. ആൻഡ് ഐ വിൽ ബി ദി ഹാപ്പിയസ്റ്റ് മാൻ. ലോകത്തിലെ ഏറ്റവും വലിയ ഭാഗ്യവാനാകും ഞാൻ.